നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്ന ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നമ്മൾ എന്ത് കഴിക്കുന്നു, എന്ത് കുടിക്കുന്നു, ഇതെല്ലാം ഹൃദയത്തിന്റെ ആരോഗ്യത്തെ നന്നായി സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്ഷണവും വെള്ളവും വളരെ പ്രധാനപ്പെട്ടതാണ്. കൊളസ്ട്രോളും കൊഴുപ്പും കാൽസ്യവും അടിഞ്ഞുകൂടി ധമനികളിൽ തടസ്സമുണ്ടാക്കാനും രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുകയും ചെയ്തേക്കാം. ഇത് ഹൃദയാഘാതത്തിലേക്കോ പക്ഷാഘാതത്തിലേക്കോ നയിക്കുകയും ചെയ്യും. നെഞ്ചുവേദന, ശ്വാസതടസ്സം, ക്ഷീണം, തലക്കറക്കം എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ. ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് ശ്രദ്ധിക്കാതെ പോയാൽ അത് ഹൃദയാഘാതം, പക്ഷാഘാതം പോലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് കാരണമാകുന്നത്. നിങ്ങൾക്കിടയ്ക്കിടയ്ക്കൊക്കെ മരവിപ്പ്, ബലഹീനത, കാലിൽ വേദനയൊക്കെ തോന്നാറുണ്ടോ? ഇതെല്ലാം രക്തയോട്ടം കുറയുന്നതിനുള്ള സൂചനകളാണ്. ചില പാനീയങ്ങൾ കുടിക്കുന്നത് ഈ മോശം കൊളസ്ട്രോളിനെ കുറിച്ച് രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട്. ധാരാളം ആന്റി ഓക്സിഡന്റുകൾ നിറഞ്ഞ പാനീയമാണ് ഗ്രീൻ ടീ. ഗ്രീൻ ടീയിൽ അടങ്ങിയ കാറ്റച്ചിനുകൾ എന്ന ഘടകങ്ങൾ LDL കൊളസ്ട്രോൾ, ഓക്സിഡേറ്റീവ് സമ്മർദ്ദം എന്നിവ കുറയ്ക്കുന്നുണ്ട്. മാത്രമല്ല മാതള നാരങ്ങ ധമനികളിലെ വീക്കം, ഓക്സിഡേറ്റീവ് സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കുന്നു. മാതള നാരങ്ങ ജ്യൂസായി കുടിക്കുന്നത് കരോട്ടിക് ധമനികളിൽ പ്ലാക്ക് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുന്നുണ്ട്. മാത്രമല്ല ബീട്രൂട്ട് ജ്യൂസും ആരോഗ്യ ഗുണങ്ങൾ കൊണ്ട് വളരെ സമ്പന്നമാണ്. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തെയും മികച്ചതായി നിലനിർത്തുന്നു. ഒപ്പം ബീട്രൂട്ടിൽ നൈട്രേറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് നൈട്രിക് ഓക്സിഡന്റായി മാറുകയും രക്തക്കുഴലുകളെ വികസിപ്പിക്കുകയും സമ്മർദ്ദം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പാലും ഒരു നുള്ളും മഞ്ഞപ്പൊടിയും കുരുമുളകും ചേർത്ത് ദിവസവും കുടിക്കുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെയൊക്കെ ഹൃദയത്തിന് വേണ്ടി കുറച്ച് പാനീയങ്ങൾ ഇതുപോലെ കരുതൽ നൽകുന്നുണ്ടെങ്കിൽ അത് ഇനി ട്രൈ ചെയ്തൂടെ?